വിത്ത് ദി സെയിം സെൻറ്റർ ഓ, ഒരേ സെൻറ്ററുള്ള 2 സർക്കിൾസ് വരയ്ക്കണം. ഒരു സർക്കിളിൻ്റെ റേഡിയസ് 4 സെൻറ്റിമീറ്ററും അടുത്ത സർക്കിളിൻ്റെ റേഡിയസ് 2.5 സെൻറ്റിമീറ്ററും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ വരയ്ക്കാം. റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇതാണ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ള സർക്കിൾ എന്ന് പറയുന്നത്. അതേ സെൻറ്റർ, അതായത് സെൻറ്ററിൽ ഒരു മാറ്റമില്ല. നോക്കിയേ, സെൻറ്റർ നമ്മൾ ആദ്യം വെച്ച് എവിടെയാണോ അവിടെ വെച്ചുകൊണ്ട് തന്നെ റേഡിയസ് 2.5 എടുക്കുക. റേഡിയസ് 2.5 എടുക്കുക. ആ സെൻറ്ററിൽ വെച്ചുകൊണ്ട് 2.5 റേഡിയസ് ഉള്ള അനദർ സർക്കിൾ വരയ്ക്കുക. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യത്തെ സർക്കിളിൻ്റെ റേഡിയസ് 4 സെൻറ്റിമീറ്ററും ഇപ്പോൾ വരച്ച സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ആദ്യം വരച്ച റേഡിയസ് ഇതായി വേണമെങ്കിൽ ഫുൾ അങ്ങ് മാർക്ക് ചെയ്യാം. അതെത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ വരച്ച റേഡിയസ് കുഞ്ഞ് സർക്കിളിൻ്റെയാണ്. അത് 2.5 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആയോ? ഓക്കെ, അത് വരയ്ക്കാനും അറിയാമല്ലോ. നെക്സ്റ്റ് നോക്കിയേ, ഡ്രോ എ സർക്കിൾ ആൻഡ് 2 ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. ഒരു സർക്കിൾ വരയ്ക്കുക, അതിന് 2 ഡയമീറ്റർ വരയ്ക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, സർക്കിളിന് ഡയമീറ്റർ. ഒരു സർക്കിൾ വരയ്ക്കാം, കാണിച്ചു തരാം ടീച്ചർ. ഇതാ ഇവിടെ ടീച്ചർ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, അളവൊന്നും ഇല്ലാതെ ഞങ്ങൾ വരച്ചു കേട്ടോടെ. സർക്കിൾ വരച്ചു. അതിന് 2 ഡയമീറ്റേഴ്സ് നമുക്കറിയാം അല്ലേ. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ എന്ത് വരയ്ക്കണം, സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ സർക്കിളിൻ്റെ 2 എൻഡ് പോയിൻറ്റുകൾ രണ്ടും സർക്കിളിൽ തന്നെയുള്ള ഇത് ഫസ്റ്റ് ഡയമീറ്റർ. അടുത്തത് എന്ത് വരയ്ക്കാം, സെക്കൻഡ് ഡയമീറ്റർ വരയ്ക്കാം. സെക്കൻഡ് ഡയമീറ്ററും കൂടെ വരയ്ക്കുക. ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം കേട്ടോ. ടീച്ചർ ഇപ്പോൾ ചരിച്ചാൽ വരച്ചാൽ നിങ്ങൾക്ക് കുറുകെ വരയ്ക്കാം, പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇതാ 2 ഡയമീറ്റേഴ്സ് വരച്ചു. 2 ഡയമീറ്റേഴ്സ് വരയ്ക്കാൻ പറഞ്ഞു. ഇഫ് യു ജോയിൻ ദ എൻഡ് ഓഫ് ദി ഡയമീറ്റേഴ്സ് വാട്ട് ഈസ് ദ ഫിഗർ ഒബ്റ്റെയിൻഡ്. ഈ എൻഡുകൾ വെച്ചുകൊണ്ട്, അതായത് ഈ ഡയമീറ്ററിൻ്റെ എൻഡുകൾ വെച്ചുകൊണ്ട് യോജിപ്പിക്കാൻ പറയുന്നു. ഓക്കെ, ഞാനൊന്ന് യോജിപ്പിക്കട്ടെ. ഓക്കെ, യോജിപ്പിച്ചു. സി, ഇങ്ങനെയാണ് ഫിഗർ വരുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയാണ് ഫിഗർ വരുന്നത്. അപ്പോൾ 2 എൻഡ് പോയിന്റുകൾ യോജിപ്പിക്കുന്നു. വാട്ട് ഫിഗർ ഒബ്റ്റെയിൻ ദ ഡയമീറ്റർ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഹൗ വി ചെക്ക് യുവർ ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ചപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ്, നമുക്കതിന് സെൻറ്ററിന് O എന്ന് പേര് കൊടുക്കാം. നമ്മൾ വരച്ച ഡയമീറ്ററിന് ABCD എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ നോക്കിയേ, നമ്മൾ വരച്ചത് AB ആൻഡ് CD ആർ ദ ഡയമീറ്റർ ജോയിനിങ് ഓൺ ദ പോയിന്റ്. ഇവരെല്ലാവരും കൂടെ യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി അല്ലേ. 4 സൈഡ്സ് ഉള്ള എന്താണ് കിട്ടിയത്? ഒരു ക്വാഡ്രിലാറ്ററലാണ് കിട്ടിയത്. ക്വാഡ്രിലാറ്ററിൻ്റെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സുകൾ ഈക്വൽ ആണ് അല്ലേ. AD എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും ഈക്വലായി. BC എന്ന് പറയുന്നത് ഈക്വലായി. അതുപോലെ ACയും BDയും ഈക്വലായി. അതുപോലെ തന്നെ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആംഗിൾ ഡിയും എല്ലാം 90 ഡിഗ്രി വീതം ആയിരിക്കും. കറക്റ്റ് പെർപെൻഡിക്കുലർ തന്നെ ആയിരിക്കും അല്ലേ. അതിപ്പോൾ ഇത് ഏത് രീതിയിൽ വരച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇതുകൊണ്ട് ഇതൊരു റെക്റ്റാങ്കിളായി മാറി. ആംഗിൾസ് എല്ലാം 90 എന്നും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആയതുകൊണ്ട് അതെന്തായി മാറി? റെക്റ്റാങ്കിളായി മാറി. ഓക്കെ, അത് ചെയ്യാൻ പറ്റുമല്ലോ. അടുത്ത നോക്കിയാൽ ഡ്രാ സർക്കിൾസ് ആൻഡ് മാർക്ക് എ പോയിന്റ് ABC സച്ച് ദാറ്റ് A ഈസ് ഓൺ ദി സർക്കിളിൽ, അതായത് സർക്കിളിലെ ഓൺ എന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. B എന്ന് പറയുന്ന ഇൻറ്റീരിയർ ഓഫ് ദി സർക്കിളിൻ്റെ അകത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു സർക്കിൾ വരച്ചിട്ട് വെളിയിൽ അടയാളപ്പെടുത്താം. ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ അകത്ത് അടയാളപ്പെടുത്തുക, വെളിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. C ഈസ് ദ എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഒരു സർക്കിൾ വരച്ചിട്ട് വെളിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ലെറ്റ് A ആൻഡ് B ആർ ദ സെൻറ്റർ ഓഫ് 2 സർക്കിൾ ഈക്വൽ റേഡിയസ്. രണ്ടിൻ്റെയും റേഡിയസുകൾ ഈക്വൽ ആണ്. സോ ദാറ്റ് ഈച്ച് ഓഫ് ദം പാസസ് ത്രൂ ദ സെൻറ്റർ ആൻഡ് അതർ.
Okay, let the intersector C and D examine whether AB and CD are the right angles. Okay, അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. എന്താണ്, ഒരു സർക്കിൾ വരയ്ക്കുന്നു, ഒരേ റേഡിയസ് ഉള്ള രണ്ട് സർക്കിൾസ് നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, വരയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? ഒരേ റേഡിയസ് ഉള്ള സർക്കിൾസ് ആണ് വരയ്ക്കുന്നത്. ടീച്ചറോട് വരയ്ക്കാം, കാണാൻ പറ്റുന്നില്ലെങ്കിലോ. ഒരേ റേഡിയസ് ഉള്ള രണ്ട് സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഒരേ റേഡിയസ് ഉള്ള സർക്കിളാണ് വരയ്ക്കുന്നത്, മാറ്റമൊന്നും ഇല്ല. അതാ വരയ്ക്കണം, കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവരുത്. ഓക്കെ, സെൻറ്ററിൽ നിന്നും എന്താണ് പറഞ്ഞേക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ എ ബി ടു സർക്കിൾസ് ഈക്വൽ റേഡിയസ്, ഡ്രോ ദ ഈച്ച് ഓഫ് ദം പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദി അതേഴ്സ് എന്നാ പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്നൊരു ഡിസ്റ്റൻസ് അങ്ങ് മാർക്ക് ചെയ്യാം, കാര്യം സെൻറ്ററിൻ്റെ സെയിം ആയിരിക്കണം. ഓക്കെ, മാർക്ക് ചെയ്തോ. രണ്ടുപേരുടെയും സെൻറ്ററിൽ കൂടെ തന്നെ ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ലെന്തിൻ്റെ ആവശ്യമില്ല, ഇത് മായ്ക്കണം കേട്ടോ. ടീച്ചറിൻ്റെ ഇപ്പോൾ റബ്ബറില്ല, എറേസർ കാണുന്നില്ല. ഓക്കെ, 1 മിനിറ്റ്, ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ക്ലാ. എന്നിട്ട് നമുക്ക് പേര് കൊടുക്കാം ബി എ, ഈ രണ്ടും കൂടെ കൂട്ടിമുട്ടിയത് സിയും ഡി. പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞില്ലേ. സി ഡി. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്ക് വരയ്ക്കാം. നെക്സ്റ്റ് വൺ ഈസ് ലൈൻ സെഗ്മെൻ്റ് ആണ്. ലൈൻ സെഗ്മെൻറ്റ് നമുക്കറിയാം. ലൈൻ സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ലൈൻ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ എന്താണ്, ലൈൻ സെഗ്മെൻ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ലൈൻ സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ 2 എൻഡ് പോയിൻറ്റുകളുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ലൈൻ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. 2 എൻഡ് പോയിൻറ്റുകൾ ഉണ്ടായിരിക്കും, ഒരു തുടർന്ന് പോകത്തില്ല. ഇതാണ് ലൈൻ സെഗ്മെൻറ്റ്. ഇതിൻ്റെ പേര് എ ബി. അപ്പോൾ ഇതിനെ എങ്ങനെ വായിക്കും? എ ബി എന്ന് വായിക്കും. ക്ലിയർ ആയോ? ലൈൻ സെഗ്മെൻറ്റ് മനസ്സിലായി. ഇങ്ങനെ യൂസ് ദ കോമ്പസ് ആൻഡ് റൂളർ ആൻഡ് കോമ്പസ് വെച്ചുകൊണ്ട് നമ്മടുത്ത് എന്ത് വരയ്ക്കാൻ പറയുന്നു? ലൈൻ വരയ്ക്കാൻ ചോദിക്കും കേട്ടോ. ഡ്രോ എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് 7.3 സെൻറ്റിമീറ്റർ യൂസിങ് റൂളർ. നമുക്കറിയാമല്ലോ, റൂളർ എടുത്തുകൊണ്ട് വെച്ചിട്ട് 7.3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുത്തിടുക, 7.3 മാർക്ക് ചെയ്യുക, ദെൻ അതങ്ങ് വരയ്ക്കുക. റൂളർ വെച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. എന്നിട്ട് അതിന് നമ്മളൊരു പേര് കൊടുക്കുക, എ ബി എന്ന പേരും കൂടെ കൊടുക്കുക. കൺസ്ട്രക്ട് എ ലൈൻ സെഗ്മെൻറ്റ് 5 പോയിൻറ്റ് റൂളർ ആൻഡ് കോമ്പസ്. കോമ്പസും റൂളറും മേക്ക് ചെയ്ത് എത്രയാണ്? 5 പോയിൻറ്റ്. അപ്പോൾ കോമ്പസിൽ കോമ്പസ് എടുക്കുക, എന്നിട്ട് ഏതാണ് 5.6 മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വരയ്ക്കുക. ദെൻ എന്ത് ചെയ്യുക? അതങ്ങ് യോജിപ്പിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാമല്ലോ. എന്താണ്? വെറുതെ നമ്മളൊരു ലൈൻ വരയ്ക്കുക. അതൊന്നുകൂടെ പറഞ്ഞു തരാം ടീച്ചർ. വെറുതെ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ദെൻ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഏതാണ്? 6.0 ഏതാണ് ടീച്ചർ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. 5.6 മാർക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ 5.6 കോമ്പസിലെടുക്കുക. ദെൻ ഇതിൽ ഈ പോയിന്റിൽ ഇഷ്ടമുള്ളിടത്ത് വെച്ച് കട്ട് ചെയ്യുക. ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? ഇതാണ് 5.2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. പേര് വേണമെങ്കിൽ എ ബി എന്ന് പേരും നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആവാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത്, ക്ലിയർ ആവാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ എല്ലാം ആ എക്സസൈസ് 14.2 നല്ലതുപോലെ വരച്ചു നോക്കുക. കൺസ്ട്രക്റ്റിംഗ് കോപ്പി ലൈൻ സെഗ്മെൻറ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ദെൻ പെർപെൻഡിക്കുലർ ലൈൻ ത്രൂ ദ പോയിൻറ്റ്. പെർപെൻഡിക്കുലർ ലൈൻ ത്രൂ ദ പോയിൻറ്റ് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. മെത്തേഡ് റൂളറും കോമ്പസും ഉപയോഗിച്ച് വരയ്ക്കാം, നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചും വരയ്ക്കാം. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് എ പോയിൻറ്റ് നമുക്ക് കോമ്പസ് വെച്ച് വരയ്ക്കാം. എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് ലെങ്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക.
പെർപെൻഡിക്കുലർ വരയ്ക്കാനാണ്. എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ വരയ്ക്കുക എന്ന് വെച്ചാൽ വളവോ തിരിവോ ഒന്നും വരാൻ പാടില്ല. ഓക്കെ, കറക്റ്റ് പെർപെൻഡിക്കുലർ നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക, സാധാരണ രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ആ ലൈനിന് പേര് കൊടുക്കുക. പേര് കൊടുത്തു ഞാൻ എ ബി എന്ന് പേര് കൊടുത്തു. ഇതിന് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. ഈ ലൈനിലാണ് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നത്. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോമ്പസ് എടുത്ത് എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് ഈ ഫുൾ ലൈൻ എടുക്കല്, അതിൻ്റെ പകുതി എടുക്കരുത്, ഹാഫും എടുക്കല്, അതിൽ കൂടുതൽ എടുത്ത് ഒരു മേലോട്ടൊരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, വരയ്ക്കുക. ഇപ്പം ആ ലെങ്ത് മാറ്റുകയേ ചെയ്യരുത്, ആ അളവ് മാറ്റാതെ ബിയിൽ വെച്ചുകൊണ്ടും എന്ത് വരയ്ക്കുക, ആർക്ക് വരയ്ക്കുക. ഓക്കെ, മനസ്സിലായോ? ബിയിൽ വെച്ചുകൊണ്ട് ആർക്ക് വരയ്ക്കുക. ദെൻ അത് തന്നെ താഴോട്ടും വരയ്ക്കുക, എയിലും ബിയിലും വെച്ചുകൊണ്ട് അത് തന്നെ വരയ്ക്കുക. ഓക്കെ, ദെൻ ആ രണ്ട് പേര് കൂട്ടിമുട്ടിയത് കണ്ടോ, ഇവിടെ ഉണ്ട് പോയിന്റ്, ഇവിടെ ഉണ്ട് പോയിന്റ്, അതങ്ങ് യോജിപ്പിക്കുമ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളടുത്ത് ഏതെങ്കിലും ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു ലെങ്ത് വരയ്ക്കുക. ലെങ്ത് വരച്ചിട്ട് കോമ്പസ് എടുത്ത് പകുതി കൂടുതൽ എടുത്ത് ആർക്ക് വരച്ച് നമ്മൾ വരയ്ക്കുക. ക്ലിയർ ആയോ? നമ്മളൊരു സെമി സർക്കിളൊന്നും വരയ്ക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഗിവൺ എ പോയിന്റ് പി ഓൺ ഒരു ലൈൻ എടുത്തിട്ട് ഒരു പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ദെൻ സെൻറ്റർ ഓഫ് ദി കട്ട്മെൻറ്റ് ഓഫ് റേഡിയസ്, അത് സെൻറ്റർ അതിൻ്റെ റേഡിയസ് ആക്കി കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇൻ്റർസെക്റ്റിംഗ് ദ ലൈൻ, ആ ലൈനിനെ രണ്ടിനെയും ഇൻ്റർസെക്റ്റ് ചെയ്യുക. അവർ വരച്ചേക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡും കൂടെ ടീച്ചർ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ലൈൻ വരച്ചിട്ട് ഞാനൊരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിൽ വെച്ചുകൊണ്ട് ഈ വരച്ച രണ്ട് ലൈനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഡൗട്ടില്ലല്ലോ? ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, മാർക്ക് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ പോയിന്റിന് എ ബി എന്ന് പേര് കൊടുക്കുന്നു. പേര് കൊടുക്കാമല്ലോ. എന്നിട്ട് അവർ ചെയ്ത മെത്തേഡ് എന്ന് വെച്ചാൽ ഈ എയിൽ വെച്ചുകൊണ്ട് സെൻറ്റർ റേഡിയസ് ആക്കിക്കൊണ്ട് ഗ്രേറ്റർ ദാൻ, അതായത് സെൻറ്റർ പി എന്നല്ലേ കൊടുത്തത്, അതിൽ കൂടുതൽ കറക്റ്റ് എടുക്കരുത്, അതിൽ കൂടുതൽ എടുക്കണം. ഈ എ പിയിൽ വെച്ച് വരയ്ക്കല്ലേ, എ പിയെക്കാട്ടിയും കുറച്ചുകൂടെ കൂടുതലെടുത്ത് മേളിലൊരു ആർക്ക് വരയ്ക്കുക. ഇപ്പുറത്ത് ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചും ആർക്ക് വരയ്ക്കുക. ദെൻ ആ ലെങ്തുകൾ എന്ത് ചെയ്യുക, കറക്റ്റ് അങ്ങ് യോജിപ്പിക്കുക. ഇത് തന്നെയാണ് മറ്റതും. ടീച്ചർ താഴെയും കൂടെ ഒരു ആർക്ക് വരയ്ക്കാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതാണ് കറക്റ്റ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കറക്റ്റ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഇങ്ങനെ വരച്ചാലും മതി, ടീച്ചർ ആദ്യം പറഞ്ഞ മെത്തേഡിൽ വരച്ചാലും ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത് മെത്തേഡ് യൂസിങ് റൂളറും കോമ്പസും ഉപയോഗിച്ച് പെർപെൻഡിക്കുലർ ലൈൻ ത്രൂ ദ പോയിന്റ് നോട്ട് ഓൺ ഇറ്റ്. അതായത് നേരത്തെ നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വരച്ചു. ഇതാണ് ഇപ്പോൾ പറയുന്നത് ഒരു പോയിന്റ് ഒന്നും വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പോയിന്റ് വരയ്ക്കുക, അതിൽ വെച്ചുകൊണ്ട് എന്താണ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ വരയ്ക്കുക. താഴോട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ടീച്ചർ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. ആദ്യം ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. അത് അളവൊന്നുമില്ല, മെഷർമെൻറ്റ് അവർ തന്നിട്ടില്ല, നമ്മൾ സാധാരണ വരയ്ക്കുന്ന ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിന് നമുക്ക് പേര് കൊടുക്കാം അല്ലേ. ആ ലൈനിന് നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ മേളിലോട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് എൽ എന്ന് പറയുന്ന ലൈനാണ്. ആ പോയിന്റ് പിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള അളവെടുത്ത് ഇങ്ങനെ ഒരു കുഞ്ഞ് സെമി സർക്കിൾ വരെ വരയ്ക്കുന്നു. 2 ആർക്കുകൾ വരച്ചു. അവർ രണ്ടുപേരും കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് കണ്ടോ? ആ നമ്മൾ വരച്ച വരെയും ഈ പോയിന്റും ഈ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ടോ? കൂട്ടി വരച്ചു. അതിന് എ ബി എന്ന് പേര് കൊടുത്തു. ദെൻ എയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബിയിൽ വെച്ചുകൊണ്ട്, എയിലോ ബിയിലോ വെച്ചുകൊണ്ട് പകുതി കൂടുതൽ എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഫുൾ എടുക്കരുത്, പകുതി കൂടുതലെടുത്ത് ആർക്ക് വരയ്ക്കുക. ഇപ്പുറത്തും കൊണ്ടുവച്ച് എന്തിരിക്കുക, ആർക്ക് വരയ്ക്കുക. ദെൻ ഈ
ഇപ്പോൾ വരച്ച ആർക്കും നമ്മുടെ പിയും കൂടെ എന്ത് ചെയ്യുക, കൂട്ടിമുട്ടിക്കുക. അപ്പോൾ അടുത്തത് കിട്ടി, അടുത്ത ഫിഗറായി. ക്ലിയർ ആയോ? നിങ്ങൾ ഈ ഓരോ ഫിഗറും നിങ്ങൾ തന്നെത്താൻ തന്നെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ, അല്ലാതെയൊന്നും വരയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തന്നെത്താൻ തന്നെ ചെയ്തു പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. ദെൻ അടുത്തത് നോക്കിയേ, കൺസ്ട്രക്ഷൻ യൂസിങ് റൂളർ ആൻഡ് കോമ്പസ്. റൂളറും കോമ്പസും വെച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ വരയ്ക്കാനാണ്. നമ്മളിപ്പോൾ അത് വരച്ചണക്കി തന്നെ. ദെൻ ആംഗിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആംഗിൾസ് കൺസ്ട്രക്ട് ചെയ്യാനാണ്. കൺസ്ട്രക്റ്റിംഗ് ആംഗിൾസ് ഓഫ് ദി ഗിവൺ മെഷർ വെച്ചുകൊണ്ട് ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ്. ഇപ്പോൾ നോക്കിയേ, 40 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ വരയ്ക്കാൻ, ആംഗിൾ 40 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 40 ഡിഗ്രി ആംഗിളുള്ള ഒരു ആംഗിൾ ഫോം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് വരയ്ക്കേണ്ട ലൈനിന് അളവുകളൊന്നുമില്ല. ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക, അതിൽ തുടക്കത്തിൻ്റെ എ എന്ന് പേര് കൊടുക്കുക, ബി എന്ന് പേര് കൊടുക്കുക. ഓക്കെ, എ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എ കൊടുക്കണം, അത് മാറിപ്പോകരുത്. ദെൻ നിങ്ങൾക്കറിയാം, ടീച്ചർ പറഞ്ഞു തന്നു, ഇതാണ് പൊട്രാക്ടർ എന്ന് പറഞ്ഞു. പൊട്രാക്ടറിൻ്റെ മിഡിലിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ പൊട്രാക്ടർ വെച്ച് ആംഗിൾ വരയ്ക്കുമ്പോൾ ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കുക. അതിൽ കാര്യമൊന്നുണ്ട്, ഈ മിഡിൽ പോയിന്റ് തന്നെ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ എ എന്ന് പറയുന്നതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഒരു മെഷർമെൻ്റ് ഉണ്ട്, അത് 0 ആക്കി. ഈ എ ബി എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, എ ബി എന്ന് പറയുന്ന ലൈൻ 0യിൽ നിർത്തണം. കറക്റ്റ് 0യിൽ തന്നെ നിർത്തണം. 0 ഉണ്ട്, വെളിയിൽ 180 ആണുള്ളത്, നമ്മൾ 0 എടുക്കാവൂ. എപ്പോഴും ഈ ലെങ്ത് എവിടെ വരുന്നതേ എടുക്കാവൂ, 0 വരുന്നതേ എടുക്കാവൂ. ഇപ്പുറത്തെ സൈഡാണ് വെക്കുന്നതെങ്കിൽ ആ വശത്ത് 0 വരുന്നതേ എടുക്കാവൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 0 നമുക്ക് എത്രയാണ് മാർക്ക് ചെയ്യേണ്ടത്, 40 ഡിഗ്രിയാണ്. അപ്പോൾ 0, 10, 20, 30, 40 ഡിഗ്രിയിൽ കുത്തിടുക. ഓക്കെ, 40 ഡിഗ്രിയിൽ കുത്തിട്ടു. ദെൻ ആ പോയിൻറ്റും നമ്മുടെ എ എന്ന് പറയുന്ന പോയിൻറ്റും കൂടെ യോജിപ്പിക്കുമ്പോൾ ആംഗിൾ 40 ഡിഗ്രി ഉള്ള എന്ത് കിട്ടും, ഇതാണ് ആംഗിൾ 40 ഡിഗ്രി ഉള്ള ആംഗിളായി. ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഈ പൊട്രാക്ടർ വയ്ക്കുന്ന മാത്രം ഒന്ന് ചിന്തിക്കുക. ഈ മിഡിൽ പോയിന്റ് നമ്മൾ വെക്കുന്ന ലൈനിൻ്റെ എൻഡിൽ തന്നെ ഈ മിഡിൽ ഭാഗം വരിക. ഇങ്ങോട്ടാണ് ലൈൻ കിടക്കുന്നതെങ്കിൽ ഇവിടെ 0 തൊട്ട് എണ്ണാൻ തുടങ്ങുക. ഇങ്ങോട്ടാണ് ലൈൻ കിടക്കുന്നതെങ്കിൽ ഇവിടെ വെളിയിലത്തെ 0 മുതൽ എണ്ണാൻ ശ്രമിക്കുക. 180 ഉണ്ട്, 0 ഉണ്ട്, അത് മാറിപ്പോവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. പൊട്രാക്ടർ വെക്കുന്ന ടീച്ചർ ഇപ്പുറത്തെ സൈഡും കൂടെ വെച്ച് 40 വരച്ച് കാണിച്ചു തരാം. നോക്കിയേ, ടീച്ചർ 40 തന്നെ ഇപ്പുറത്തെ സൈഡിൽ വയ്ക്കുകയാണേ. ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി. അപ്പോൾ ഇവിടെയാണ് ഞാൻ പൊട്രാക്ടർ വെക്കുന്നതെന്ന് നോക്കിയോ. അപ്പോൾ പൊട്രാക്ടർ ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ലൈൻ ഇങ്ങോട്ടല്ലേ കിടക്കുന്നത്, ബി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബി എന്ന് പറയുന്ന 0 തൊട്ട് എണ്ണി തുടങ്ങുക. അപ്പോൾ അത് അകത്താണ് 180 വരുന്നത്. നമുക്ക് 0 എടുക്കാം, 180 എടുക്കരുത്. അപ്പോൾ 10, 20, 40യിൽ മാർക്ക് ചെയ്യുക. ദെൻ ആ എയും അവിടെ വന്ന ആംഗിളും കൂടെ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. അപ്പോൾ ഇത് എത്രയായി, 40 ആയില്ലേ, ആംഗിൾ 40 ആയി. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ പൊട്രാക്ടർ വെച്ചാണ് മാർക്ക് ചെയ്ത. അടുത്തത് കൺസ്ട്രക്റ്റിംഗ് എ കോപ്പി ഓഫ് ആംഗിൾ ഓഫ് അൺനോൺ മെഷർ. അൺനോൺ മെഷർ ആണെങ്കിൽ ആംഗിൾ എങ്ങനെ വരയ്ക്കാം, അതായത് ആംഗിൾ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അൺനോൺ ആണെങ്കിൽ എങ്ങനെ വരയ്ക്കാമെന്നാണ് ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺസ്ട്രക്റ്റ് എ കോപ്പി ഓഫ് ആംഗിൾ ഓഫ് അൺനോൺ മെഷേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രോ എ ലൈൻ വരയ്ക്കാം. ഒരു ലൈൻ ടീച്ചർ വരയ്ക്കുന്നു, നേരത്തെ പോലെ അളവൊന്നും ഇല്ലാത്ത ഒരു ലൈൻ വരയ്ക്കുന്നു. ഒരു ലൈൻ വരച്ചു, എൽ എന്ന് പറയുന്ന ലൈനാണ് വരച്ചത്. അതിൽ പി എന്ന് പറയുന്ന പോയിന്റ് വെറുതെ ടീച്ചർ ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു കേട്ടോ ക്ലാസ്. പി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. പ്ലേസ് ദ കോമ്പസ് ഓൺ എ ആൻഡ് ആംഗിൾ ആർക്ക് ടു കട്ട് എ റേ ഓഫ് ആംഗിൾ എ ബി.
ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് അളവൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ചുമ്മാതെ എങ്ങ് വരയ്ക്കുകയാണ്. മറ്റേ നേരത്തെ 40 ഡിഗ്രി മെഷർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പി വരയ്ക്കുന്നു. പിയിൽ വെച്ചുകൊണ്ട്, പി എന്ന് പറയുന്ന എൻഡാക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇങ്ങനെ വരയ്ക്കേണ്ട, ഈ പോയിന്റ് തന്നെ, ഈ എൻഡ് പോയിന്റ് തന്നെ പി ആയിട്ട് എടുക്കാം കേട്ടോ. കാര്യം അതൊരു ഭംഗിക്കുറവല്ലേ. എന്നിട്ട് ടീച്ചർ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചുമ്മാ ഒരു ആർക്ക് വരച്ചു. ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ചുമ്മാ ഒരു ആർക്ക് വരച്ചു. അളവൊന്നും ഇല്ല കേട്ടോ മക്കളെ. അതിന് ആർക്ക് വരച്ചതിന് ശേഷം ആ ആർക്കിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കോമ്പസ് എടുത്തിട്ട് ആ പി സെൻറ്റർ ആക്കിക്കൊണ്ടാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് കട്ട് ചെയ്തു. ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ത് ചെയ്തു, കട്ട് ചെയ്തു. ഓക്കെ. എന്നിട്ട് ആ ക്യൂവിൽ വെച്ചുകൊണ്ട്, ക്യൂവിൽ മക്കളെ കോമ്പസ് വയ്ക്കുക. ഈ അളവ് നമ്മൾ മാറ്റിയിട്ടില്ല. ഓക്കെ. നമ്മൾ ഈ കോമ്പസ് വെച്ച് നമുക്കിവിടെ ഒരു പോയിന്റ്, ഈ ആർക്കും നമ്മുടെ ലൈനും തമ്മിലൊരു സ്ഥലം മുട്ടിയിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്തു, ക്യൂവിലെടുത്ത് ഈ അളവ് മാറ്റാതെ ക്യൂവിലെടുത്ത് കോമ്പസ് വയ്ക്കുക. ദെൻ ആ ആർക്കിനെ കട്ട് ചെയ്ത് വരയ്ക്കുക, ഈ അളവ് മാറ്റാതെ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിന് 6 എന്ന് കൊടുക്കുന്നു. അപ്പോൾ പിയും 6ഉം കൂടെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു ആംഗിൾ കിട്ടിയില്ലേ? പിയും 6ഉം കൂടെ യോജിപ്പിക്കുമ്പോൾ അടുത്തൊരു ആംഗിൾ കിട്ടിയില്ലേ? അപ്പോൾ ആദ്യം നമുക്ക് അളവൊന്നും മെഷറൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ വരച്ചതിന് ശേഷം പിയിൽ വെച്ചുകൊണ്ട് ചുമ്മാ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ആ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്ത പോയിന്റിന് ക്യൂ എന്ന് കൊടുക്കുന്നു. ഈ കോമ്പസ് അതേ അളവ് മാറ്റാതെ ക്യൂവിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ വരച്ച ആർക്കിനെ കട്ട് ചെയ്യുക. ദെൻ അതങ്ങ് വരയ്ക്കുക. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതേപോലെ ആംഗിൾസിൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ ചോദിക്കും. ഒരു ആംഗിൾ നമുക്ക് തന്നിട്ട് അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ ചോദിക്കും. ഇപ്പോൾ സപ്പോസ് ഒരു ആംഗിൾ, നെക്സ്റ്റ് എന്ന് പറയുന്ന ആംഗിളിന് ബൈസെക്ടർ വരയ്ക്കാനാണേ. അപ്പോൾ ഒരു ആംഗിൾ ചുമ്മാ അത് അളവൊന്നും ഇല്ലാത്തൊരു ആംഗിൾ തന്നിട്ടുണ്ട്. ഇതാണ് ആംഗിൾ എന്ന് വെച്ചോ. ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ എ എന്ന് പറയും, ബി സി എന്ന് കൊടുത്തോ. എന്നിട്ട് ഈ എയിൽ വെച്ചുകൊണ്ട് ഇഷ്ടമുള്ള അളവെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യുക. എയിൽ വെച്ചുകൊണ്ട് ഇഷ്ടമുള്ള അളവെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ആ അളവ് മാറ്റരുതേ മക്കളെ. എന്നിട്ട് നിങ്ങൾ എ ബി എന്ന് പറയുന്ന ലൈനിൽ ഈ ആർക്ക് മുട്ടിയില്ലേ, അവിടെ കോമ്പസ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ദെൻ ആ അളവ് മാറ്റാതെ എ സിയിൽ മുട്ടിയ പോയിന്റിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ദെൻ ആ എൻഡ് പോയിന്റുകൾ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. ഇതാണ് എ ബി സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ബൈസെക്ടർ എന്ന് പറയുന്നത്. എ ബി സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ബൈസെക്ടർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ 30 ഡിഗ്രി ആംഗിൾ ഉള്ളതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ കോമ്പസ് എടുക്കുക. കോമ്പസ് അല്ല, സ്കെയിൽ എടുക്കുക. ഫസ്റ്റ് നമ്മൾ സ്കെയിൽ എടുക്കുന്നു. നമ്മൾ എന്താണ് വരയ്ക്കാൻ പോകുന്നത്, 30 ഡിഗ്രി ആംഗിളിൻ്റെ ബൈസെക്ടറാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വയ്ക്കുക. ദെൻ ഇവിടെ എ ബി എന്ന് പേര് കൊടുക്കുക, പ്രൊട്രാക്ടർ വയ്ക്കുക. ദെൻ ഇതിൽ നിന്ന് 30 ഡിഗ്രി എടുക്കുക. 1 2 3 30 ഡിഗ്രി എടുത്തു. ദെൻ ആ 30 ഡിഗ്രി അങ്ങ് വരയ്ക്കുക. വരച്ചു. ഓക്കെ. ദെൻ ഇതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ കോമ്പസ് എടുത്ത് ടീച്ചർ നേരത്തെ പറഞ്ഞ കണക്ക് കട്ട് ചെയ്യുക. ദെൻ ആ കട്ട് ചെയ്ത എ ബി എന്ന് പറയുന്നതിനെയും കട്ട് ചെയ്യുക. ദെൻ ആ അളവ് തന്നെ മാറ്റാതെ അപ്പുറത്തും കട്ട് ചെയ്യുക. സോ ദെൻ ആ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് യോജിപ്പിക്കുക. ഇവിടെ രണ്ടും കൂടെ കൂട്ടിമുട്ടിയ പോയിന്റും എ എന്ന് പറയുന്ന പോയിന്റും കൂടെ മാർക്ക് ചെയ്യുക. ആൻസർ ആയില്ലേ? ക്ലിയർ ആയോ? അപ്പോൾ അവിടെ ആൻസറായി. ക്ലിയർ ആവുന്നുണ്ടോ? കുറച്ച് പടങ്ങളായല്ലേ? ഇനി നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. എക്സസൈസിലുള്ളതെല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ. ഇങ്ങനെ പഠിപ്പിച്ചത് എന്താണെന്ന്, ടീച്ചർ പഠിപ്പിച്ചത് എന്താണെന്ന് മനസ്സിലായല്ലോ. ബ്ലാക്ക് ബോർഡിലാകുമ്പോൾ വൈറ്റ് ബോർഡിലാകുമ്പോൾ ടീച്ചറിന് കോമ്പസ് ഒന്നും അതിൽ ഫിക്സ് ചെയ്ത് വരയ്ക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വരച്ച് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന് പഠിപ്പിച്ചത്. ഓക്കെ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആംഗിൾ സർഫേസ് സ്പെഷ്യൽ മെഷേഴ്സ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ ചെയ്യേണ്ട ബാക്കിയുള്ള എക്സസൈസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ. താങ്ക് യു. ബൈ ബൈ. സീ യു അഗെയിൻ.